പ്രിയമുള്ളവരെ, ഇന്ന് പാണക്കാട് വന്നതാണ്. മഹാനായ ഷെയ്ഖ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മർഹൂം അവർ നമ്മെ വിട്ടു പിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തങ്ങളെ വീട്ടിൽ മുനവറയിൽ തങ്ങൾ ഇവിടെ ഉണ്ട്. മുനവറയിൽ തങ്ങളെ എൻ്റെ ഗ്രാമത്തിലെ ഞാനും കൂടി സ്ഥിതി ചെയ്യുന്ന വാർഡ് 16 ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന CP ജുബൈരിയക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളിൽ സജീവമാകാൻ പോവാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് തങ്ങളുടെ അടുത്ത് വന്ന് അനുഗ്രഹം വാങ്ങുക എന്ന ഉദ്ദേശത്തോടെ വന്നതാണ്. എന്തായാലും ഇവിടെ വന്നപ്പോൾ ഇതുപോലെ ഒത്തിരി സ്ഥാനാർത്ഥിമാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ തങ്ങളുടെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടി കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്കറിയേണ്ട ഒരുപാട് വിശേഷങ്ങളുണ്ട്. അത്തരം വിശേഷങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാനുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ പാണക്കാട് കൊടപ്പനക്കൽ തറവാടിൻ്റെ തിരുമുറ്റത്ത് നിന്നുള്ള കാഴ്ചകൾ കാണാൻ പോവുകയാണ്. നിങ്ങൾ പേരൊന്ന് പറഞ്ഞോളൂ. ഞാൻ ജയ്സൺ. ഏതാ പഞ്ചായത്ത്? ചേലേമ്പ്ര പഞ്ചായത്തിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. എത്രാം വാർഡാ? 17-ാം വാർഡ്. 17-ാം വാർഡ്. ഞാൻ ചേലേമ്പ്ര പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറിയാണ്. മുസ്ലിം ലീഗിന്റെ സെക്രട്ടറിയാണ്. ഓക്കെ. ഞങ്ങളെ 17-ാം വാർഡ് സ്ഥാനാർത്ഥി മനോരത്തങ്ങളെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി വന്നതാണ് അല്ലേ? അനിത സുനി. അത് ഞങ്ങളെ 17-ാം വാർഡ് അനിത സുനി വിജയിച്ചു വരികയാണെങ്കിൽ ഞങ്ങളെ പഞ്ചായത്ത് പ്രസിഡന്റ് കാൻഡിഡേറ്റ് കൂടിയാണ്. SC പഞ്ചായത്ത് വനിതാ പ്രസിഡന്റാണ് ഞങ്ങളെ പഞ്ചായത്ത് പ്രസിഡന്റ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും എനിക്ക് അവരോട് സംസാരിക്കണം. കൈമാറുമോ? ചേച്ചി പറഞ്ഞോളൂ, എന്താ പേരെന്തായിരുന്നു? എൻ്റെ പേര് അനിത സുനി. ചേലേമ്പ്ര ഗ്രാമപഞ്ചായത്തിൽ 17-ാം വാർഡിലാണ് മത്സരിക്കുന്നത്. നിലവിൽ മെമ്പറാണ്. UDF സംവിധാനത്തിന്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ്. വനിത മറ്റേ ദളിത് ലീഗുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്ത് വനിതാ ലീഗിന്റെ വൈസ് പ്രസിഡന്റാണ്. ഓക്കെ. അപ്പൊ തങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്. അനുഗ്രഹം മേടിക്കണം വന്നതാണ്. അപ്പൊ ആയിക്കോട്ടെ, ദൈവം സഹായിക്കട്ടെ. നല്ല മാർജിൽ വിജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. എല്ലാവിധ ഭാവങ്ങളും അനുഗ്രഹം നൽകുകയാണ്. അപ്പൊ നിങ്ങളെ വിജയം കാണാനുള്ളൊരു ഭാഗ്യം നമുക്കുണ്ടാവും തീർച്ചയായിട്ടും. അപ്പൊ ഓക്കെ, കൂടെ ആരൊക്കെ ഉണ്ടല്ലോ സപ്പോർട്ടിങ്? ആരാണത്? ഞാൻ വനിതാ ലീഗിന്റെ പ്രസിഡന്റാണ്. പേര് പറഞ്ഞോളൂ. ജുമൈല. നിങ്ങളെ പഞ്ചായത്തിലെ വനിതാ ലീഗിന്റെ പ്രസിഡന്റ്? വനിതാ ലീഗിന്റെ വാർഡ് വനിതാ ലീഗിന്റെ പ്രസിഡന്റാണ്. ഓക്കെ. തങ്ങളെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി വന്നതാണ്. നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ ആമീൻ. അപ്പുറത്തൊരാള് ഇതോ? നമസ്കാരം. എൻ്റെ പേര് ഫറാന അമീർ. ഞാൻ പഞ്ചായത്ത് വനിതാ ലീഗിന്റെ ഭാരവാഹിയാണ്. നമ്മൾ തങ്ങളെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി വന്നതാണ്. നിങ്ങളെല്ലാരും കൂടി നമ്മളെ ചേച്ചിന്ന് വിളിക്കണം. എനിക്ക് ഇഷ്ടട്ടോ, എന്റെ സഹോദരി നല്ല നിലയ്ക്ക് നല്ല മാർജിൽ വിജയിപ്പിക്കുമായിരിക്കും അല്ലേ? ഓക്കെ. വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കും. ഞാൻ ചേലേമ്പ്ര പഞ്ചായത്ത് 17-ാം വാർഡ് ലീഗിന്റെ പ്രസിഡന്റാണ്. ഞങ്ങൾ മെമ്പറാണിത്. വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങളെ തിരുമുറ്റത്ത് വന്നത് അനുഗ്രഹം മേടിച്ചിട്ട് വേണം ഇറങ്ങാൻ, ഗോതയിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. ജയിച്ചു കഴിഞ്ഞാൽ ഈ ഞങ്ങളെ സ്ഥാനാർത്ഥിയാണ് ചേലേമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ്. ഓക്കെ. അപ്പൊ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ്. അതെ. ഓക്കെ. ഇത് ഞങ്ങളെ മുൻ പിന്നെ ഒരു വാർഡ് മെമ്പർ കൂടിയാണ്. ഞങ്ങളുടെ കൂടുതൽ ധാരണവരും കൂടിയാണ്. ഞാൻ മുഹമ്മദ് കുട്ടി ഹാജി. നേരത്തെ ചേലേമ്പ്ര പഞ്ചായത്ത് മെമ്പറായിരുന്നു. ഇപ്പോൾ പഞ്ചായത്ത് വാർഡ് മുസ്ലിം ലീഗിൻ്റെ ട്രഷറർ കൂടിയാണ്. ഞാൻ റിട്ടയർഡ് അസിസ്റ്റന്റ് രജിസ്ട്രാറാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഞാനിപ്പോൾ ഇവിടെ ഞങ്ങളെ സ്ഥാനാർത്ഥി ആയിട്ട് പാണക്കാട്ട് വന്നിരിക്കുകയാണ് അനുഗ്രഹം പിടിക്കാൻ വേണ്ടി. എല്ലാവിധ അനുഗ്രഹാശംസകളും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു. പ്രിയമുള്ളവരെ, തൊട്ടു മുമ്പായിട്ട് നമ്മൾ കേട്ടത് അനിത സുനി എന്ന UDF സ്ഥാനാർത്ഥിയുടെ വിശേഷങ്ങളാണ്. മാത്രമല്ല, അവർ വിജയിക്കുകയാണെങ്കിൽ ആ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും കൂടെയാണ്. ഒഴൂർ പഞ്ചായത്ത് 1-ാം വാർഡ് UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള ബിന്ദു മുളങ്കര. അവർ മത്സരിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിക്കൊണ്ടാണ്. അവിടെ ചിഹ്നം കുട അടയാളമാണ്. എല്ലാവരും അവർക്ക് വോട്ട് ചെയ്തുകൊണ്ട് വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. വിജയിക്കട്ടെ ഇൻഷാല്ലാ.
പ്രിയമുള്ളവരെ, രാവിലെയാണ് അവിടെ എത്തിച്ചേർന്നത്. രാവിലെ മുതൽ വലിയ രീതിയിലുള്ള തിരക്കാണ്. ചൊവ്വാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ അനുഗ്രഹം വാങ്ങിക്കാനും അതുപോലെ തന്നെ വിവിധങ്ങളായ പ്രയാസങ്ങൾ ജീവിതത്തിൽ തളർന്നുപോയ ആളുകൾ അവർക്കൊരു ആശ്വാസം കണ്ടെത്തുന്നതിന് വേണ്ടി പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ വന്നെത്തിച്ചേരാറുണ്ട്. നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മർഹൂം പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ താമസിക്കുന്ന അവരുടെ തറവാട് വീടും കൂടിയാണ്. അവരുടെ മകൻ മുനവ്വർ അലി ശിഹാബ് തങ്ങളാണ് ഇപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നത്. പിതാവിൻ്റെ വഴിയെ തന്നെ മുനവ്വർ അലി ശിഹാബ് തങ്ങളും സഞ്ചരിക്കുകയാണ്. അത്രയേറെ ജനകീയമാണ്, അത്രയേറെ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും മുനവ്വർ അലി തങ്ങളെ സ്നേഹിക്കാറുണ്ട്, ഈ കുടുംബത്തെ സ്നേഹിക്കാറുണ്ട്. ഈ തറവാട് മുറ്റത്ത് വന്ന് എതിർപക്ഷത്തുള്ള സ്ഥാനാർത്ഥിമാർ പോലും അനുഗ്രഹം വാങ്ങിക്കാറുണ്ട് എന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. നമ്മുടെ കേരളത്തിൽ മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്നതിൽ ഈ തറവാട് മുറ്റം വഹിച്ച പങ്ക് അനുകരിക്കപ്പെടേണ്ടതും പ്രശംസിക്കപ്പെടേണ്ടതുമാണ്. 19 വാർഡിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി കോണി ചിഹ്നത്തിൽ മത്സരിക്കുന്ന TP ചന്ദ്രൻ, കോണി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. എത്ര വാർഡ്? പൂർവ്വ പഞ്ചായത്ത് 19 വാർഡ് കൊണ്ട് ഞങ്ങൾ ജനറൽ സീറ്റിലാണ് മൂപ്പർ മത്സരിപ്പിക്കുന്നത്. പ്രവർത്തന മികവ് കൊണ്ട് അത്രയേറെ ആക്റ്റീവാണ് ആള്. ജനങ്ങൾക്ക് അത്രമാത്രം ഉപകാരം ചെയ്യുന്ന അല്ലെങ്കിൽ പൊതുപ്രവർത്തന രംഗത്ത് അദ്ദേഹത്തിൻ്റെതായുള്ള ഒരു കഴിവ് തെളിയിച്ച ഒരാളും കൂടിയാണ്. അപ്പോൾ നല്ല വിജയം നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ. പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ കൊണ്ടൊന്നും അവസാനിക്കില്ല എന്നുള്ളതാണ്. എന്തായാലും പാണക്കാട് പൂക്കോയത്തങ്ങളും മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ഉമർ അലി ശിഹാബ് തങ്ങളും ഹൈദർ അലി ശിഹാബ് തങ്ങളും അന്തിയുറങ്ങുന്ന ഭാഗത്തേക്ക് അവിടെ സിയാറത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളും തന്നെ അവിടെ ഒന്ന് സന്ദർശിക്കണം, ആ മഹാന്മാരുടെ മുമ്പിൽ പോയി മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിക്കണം. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്നതാണ്. ഇവിടെ എത്തിച്ചേരുമ്പോഴും സ്ഥാനാർത്ഥിമാരായിട്ട് വന്നിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ നിന്ന് സന്ദർശിച്ച് ഇവിടെയൊക്കെ ഒന്ന് സമ്മതം ചോദിച്ചാണ് അവരവരുടെ വീട്ടിലേക്ക് മടങ്ങുന്നത്. അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ സന്ദർശിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഉത്തമമായ സംസ്കാരത്തിൽ ഒത്തിരി മഹാന്മാരുടെ കയ്യൊപ്പുണ്ട്. അതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത, മാറ്റിവെക്കാൻ പറ്റാത്ത വ്യക്തിത്വങ്ങൾക്ക് ഉടമകളാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. പ്രിയമുള്ളവരെ, ഇതോടുകൂടെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങളും പ്രചാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത്. അതോടൊപ്പം തുടർന്ന് വരാനുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് നഷ്ടമാകാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.